ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ജാതികളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ജാതികൾ? എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജാതിയായി തീർന്നത്? ജാതിയായി തീർന്നാൽ അവൻ്റെ സ്വഭാവം എന്താണ്? നമുക്ക് സ്പഷ്ടമായിട്ട് വെളിപ്പെട്ട് കാണുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ജാതികളുടെ സ്വഭാവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമുക്ക് ജാതികൾക്ക് വരുന്ന അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു സത്യമാണ്. ഇവിടെ നമ്മൾ തുടർച്ചയായിട്ട് കഴിഞ്ഞ ചില 7-8 ഭാഗങ്ങളായിട്ട് പഠന സമയങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ജാതികളുടെ വഴി അല്ലെങ്കിൽ ജാതികളുടെ പ്രവൃത്തി. എന്താണ് ജാതികളുടെ സംസ്കാരം? അവരുടെ സന്തോഷത്തിൽ, അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ഉത്സവങ്ങളിൽ, അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ മാനസികാവസ്ഥയിൽ, ഇങ്ങനെ അവർ പ്രവർത്തിക്കുന്ന പ്രവൃത്തി എന്ത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യമായി. ജാതികളുടെ അടയാളങ്ങളുണ്ട്, അവരുടെ സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരങ്ങളനുസരിച്ച്, ജാതികളുടെ സംസ്കാരം അനുസരിച്ച് ജാതികൾ ലക്ഷണം നോക്കുന്നവരാണ്, ജ്യോതിഷം നോക്കുന്നവരാണ്, നക്ഷത്രരാശികളുടെ നില നോക്കി അതിന് പ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, കർത്താവിന്റെ നാമത്തെ ഉച്ചരിപ്പാൻ സാധിക്കാത്തവരാണ്, വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ്. ഇങ്ങനെ അനവധി കാര്യങ്ങൾ ജാതികൾ ചെയ്തു പോരുന്നതും ജീവിച്ചു പോരുന്നതുമായ സന്ദർഭങ്ങൾ, അനുഭവിച്ചു പോരുന്നതുമായ സന്ദർഭങ്ങൾ, അനുഭവങ്ങൾ, പ്രവൃത്തികൾ ഉണ്ട്. ഇതൊക്കെയും ഒന്ന് നോക്കി അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുമെങ്കിൽ ദൈവം നമ്മെ നിശ്ചയമായിട്ടും സഹായിക്കും. കാരണം ഒരു മനുഷ്യൻ ജാതിയായി തീരുന്നത് ദൈവത്തിന് ഏറ്റവും ദുഃഖകരവും, ഒരുവൻ ജാതീയത വിട്ട് യഹൂദനായി തീരുന്നത് ദൈവത്തിന് ഏറ്റവും സന്തോഷകരമാണ്. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ ദൂതന്മാരുടെ ഇടയിൽ വലിയ സന്തോഷം ഉണ്ടാകുമെന്ന് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ പാഠങ്ങൾ ഒക്കെയും അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് പഠിച്ചു. എന്നാൽ ഇന്ന് ജാതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു വചനത്തിൽ നിന്ന് ചിന്തിച്ച് പഠിക്കുകയാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. അവർ അവനോട് വഷളത്വം കാണിച്ചു. അവർ അവൻ്റെ മക്കളല്ല, സ്വയകളങ്കമത്രേ. വക്രതയും കോട്ടവുമുള്ള തലമുറ, പോഷത്വവും അജ്ഞാനമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിങ്ങളുടെ പിതാവ്, നിന്റെ ഉടയവൻ. അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. ഭയങ്കരമായ ഒരു വചനമാണ്. ഒരു വചനത്തിൻ്റെ അനേക സത്യങ്ങളടങ്ങുന്ന ഒരു വചനഭാഗമാണ്. പ്രത്യക്ഷത്തിൽ ആ വചനഭാഗത്തിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം. എന്നാൽ ആ വചനം വഹിക്കുന്ന അന്തസത്ത, അർത്ഥസത്ത അത് ഏറ്റവും വലിയതാണ്. ഭയങ്കരമായ അർത്ഥം അതിനകത്തുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ അതൊരു ചരിത്രമാണ്. നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവം ജാതിയെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചത് ഒരു മനുഷ്യനെയാണ്. ആ മനുഷ്യനെ തൻ്റെ മകനാക്കി തീർക്കാൻ അവൻ ചില കാര്യങ്ങൾ അവന് കൊടുത്തു. തൻ്റെ ആത്മാവിനെ, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, തേജസ്സിനെ, എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ അവന് കൊടുത്തു. അതോടുകൂടി അവൻ തൻ്റെ ദൈവത്തിൻ്റെ മകനായി തീർന്നു. ആദാം ദൈവത്തിൻ്റെ മകനാണ്.
എന്നാൽ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള പദവി നഷ്ടപ്പെടുത്തതക്കവണ്ണം അനുസരണക്കേടിൽ കൂടി അവൻ ദൈവം കൊടുത്തതൊക്കെയും നഷ്ടപ്പെടുത്തി. അങ്ങനെ അവൻ ദൈവത്തിൻ്റെ മകൻ അല്ലാതായി തീർന്നു. മാത്രമല്ല, ആകാശ സൈന്യമായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പാപത്തിൽ വീണ മനുഷ്യനെ സ്വാധീനിച്ച് അവൻ്റെ ആത്മാവിനോട് പോരാടി മോഹം ജനിപ്പിച്ച് ആകാശ സൈന്യത്തെ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിപ്പാൻ തക്കവണ്ണം അവനെ വശീകരിച്ചു കളഞ്ഞു. അതുകൊണ്ട് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ കർത്താവ് ഇസ്രായേലിനോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ ആരാധിപ്പാൻ വശീകരിക്കപ്പെടരുത്. ഞാൻ അവയെ ഒക്കെയും ആകാശത്തിന് കീഴിലുള്ള സകല ജാതികൾക്കും കൊടുത്തിരിക്കുന്നു. അത് ജാതികളാണ് അവയെ ആരാധിക്കുന്നത്. അവയെ പങ്കിട്ട് കൊടുത്തിരിക്കുന്നത് ജാതികൾക്കാണ്. അവയെ ദൈവത്തിൻ്റെ ജനത്തിന് ആരാധിക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഇവിടെ നമ്മൾ ഇന്നത്തെ ചിന്ത അതല്ല. ജാതികളുടെ വഴിയിൽ, ജാതികളുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് സ്വമേധാ പാപം അല്ലെങ്കിൽ സ്വന്ത പാപം. എന്താണ് സ്വന്ത പാപം? എന്താണ് സ്വമേധാ പാപം? നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? ആർക്കാണ് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ, എല്ലാ മനുഷ്യർക്കും, ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു പാപമുണ്ട്. ആ പാപത്തിനാണ് തൻ്റെ തെറ്റ് അല്ലെങ്കിൽ സ്വമേധാ പാപം എന്ന് പറയുന്നതാണ്. ഈ പാപത്തെ നീക്കിയിട്ടല്ലാതെ അവന് ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കില്ല. ഈ പാപമാണ് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നതും. മാത്രമല്ല, ഈ പാപത്തിൻ്റെ ഉത്ഭവം പാപത്തിൽ വീണ സന്ദർഭത്തിൽ മുതൽ ഈ ലോകത്തിൽ നക്ഷത്രരാശികളുടെ സ്വാധീനത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ജന്മനാ ഉള്ളതാണ്. അത് തൻ്റെ ജീവിതത്തിൽ കണക്ക് കൂട്ടി മനസ്സിലാക്കി എടുക്കുന്നവൻ മാത്രമേ അതിൽ ജയം കൊള്ളുകയുള്ളൂ. അനേകർ കർത്താവിനെ കൈക്കൊള്ളുന്നു, ദൈവത്തെങ്കിലേക്ക് വരുന്നു, ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു, രക്ഷ പ്രാപിക്കുന്നു. പക്ഷേ ഇതൊക്കെ ശരിയാണെങ്കിലും വചനം ചോദിക്കുന്നത്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്ന ആര്? എൻ്റെ തെറ്റെന്താണെന്ന് ആർക്കറിയാം? പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറയും, ഞാൻ പാപിയാണ് കർത്താവ്, ഞാൻ കുറ്റമുള്ളവനാണ് കർത്താവ്, കുറവുള്ളവനാണ് കർത്താവ്. ശരി, എന്താ തെറ്റ്? തെറ്റേ ഉള്ളൂ, ശരിയില്ല. തെറ്റല്ലാതെ യാതൊരു തരത്തിലും എന്നിൽ പൂർണ്ണമായി ശരിയില്ല. അപ്പോൾ ഇതിനകത്ത് ഇത്രയും തെറ്റുകളുള്ളതിൽ ഏതാണ് എൻ്റെ തെറ്റ്? മനുഷ്യൻ എല്ലാവരും പാപികളാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്ന മനുഷ്യന് സ്വമേധ പാപം എന്ന് പറയുന്ന ഒരു പാപമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഓരോന്നാണ്. അവൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ പാപം അവനോട് മുറുകെ പറ്റിയിരിക്കുകയാണ്. അങ്ങനെ അവനോട് മുറുകെ പറ്റിയിരിക്കുന്ന പാപം അത് അവന് വിട്ടുമാറാൻ സാധിക്കില്ല. കാരണം അത് അവൻ്റെ വ്യക്തിത്വം തന്നെയാണ്, അത് അവൻ തന്നെയാണ്. അതിനെ വിട്ടിട്ടൊരു ജീവിതം അവനില്ല. കാരണം അവനെ അവനാക്കി തീർക്കുന്നത് അതാണ്. അത് വിട്ടാൽ അവൻ മരിച്ചു എന്നർത്ഥം. അത് വിടുമ്പോഴാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, കർത്താവിനെ കണ്ടെത്തി, കർത്താവിനെ പിൻപറ്റി, കർത്താവിനെ സ്വീകരിച്ച് ഈ പാപത്തെ വിടുമ്പോഴാണ് വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയത്രേ. ഇതാ ഞാൻ ക്രിസ്തുവിനോട് മരിച്ച് അടക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ പഴയ പാപത്തെ നീക്കിക്കളഞ്ഞതിന് ശേഷം ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവത്തെ എന്നിലേക്ക് എൻ്റെ കർത്താവ് തൻ്റെ ആത്മാവിനാൽ പകർന്നു. അതുകൊണ്ട് പഴയ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അത് മരിച്ചുപോയി. ഇനി പുതിയ ഒരു വ്യക്തിത്വം, പുതിയ ഒരു സ്വഭാവം, നീതി യേശു ക്രിസ്തു എനിക്ക് നൽകിയിരിക്കുന്നു. അതിലാണ് ഞാൻ ജീവിക്കുന്നത്.
ഇങ്ങനെയുള്ളവനാണ് ക്രിസ്തീയ വിശ്വാസി എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനെ ഗ്രഹിക്കാതെ വണ്ണം അനേകർ അവർ മുൻപ് എന്ത് പാപത്തിൽ ജീവിച്ചിരുന്നുവോ അതേ പാപത്തിൽ തന്നെ ഈ ലോകത്തിൽ വന്നതിന് ശേഷം ജീവിച്ച് ആ പാപത്തിൽ തന്നെ അവർ അസ്തമിച്ചു പോകുന്ന അവസ്ഥ ലോകത്ത് എവിടെയും കാണാം. കർത്താവിലേക്ക് വരുമ്പോൾ യേശുവിനെ അറിഞ്ഞ് യേശുവിലേക്ക് വരുമ്പോൾ ദൈവം നീക്കിക്കളയുന്നതാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തലരുടെ പുസ്തകം നമ്മൾ പഠിപ്പിക്കുന്ന പ്രകാരമാണ്. ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതിനെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നത് അപ്പോസ്തലരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് 25 മുതൽ വായിക്കുമ്പോൾ, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യത്തിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഓരോരുത്തരെ അവനവന്റെ അകൃത്യത്തിൽ നിന്ന് മോചിക്കുവാനാണ്. കാരണം ലോകത്തിൽ ദൈവത്തിന്റെ മകനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിലും മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിന്റെ ദാസനായി തീർന്നു. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ എന്ന് ഉള്ളതുപോലെ പിശാചിന്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് പോയി. ഒരുവൻ പിശാച് എന്ന പിതാവിന്റെ മകനാണോ എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയും? അതിനൊറ്റ ഉത്തരമാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് നിൽക്കുന്നത്. അവൻ സ്വമേധാ പാപത്തിന് അടിമയാണോ? അവൻ സ്വമേധാ പാപത്തിന് അടിമയാണെങ്കിൽ അവൻ ഇപ്പോഴും പിശാചിന്റെ സന്തതിയാണ്. ദൈവത്തിന്റെ സന്തതി എന്നുള്ള പദവിയിലേക്ക് അവൻ വന്നിട്ടില്ല. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ആര് വന്നാലും അവൻ ഏറ്റവും ആദ്യമേ തന്നെ തിരിച്ചറിയേണ്ടതാണ്, ദൈവമേ, എല്ലാവരും പാപം ചെയ്യുന്നുണ്ട്. പൊതുവെയുള്ള പാപമുണ്ട്. കൊല ചെയ്യരുത്, പാപമാണ്. വ്യഭിചാരം ചെയ്യരുത്, മോഹിക്കരുത്, മോഷ്ടിക്കരുത്, സഹോദരനെ ദുഷിക്കരുത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പൊതുവെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്വന്തം പാപം. അതെല്ലാം നമ്മുടെ ജഡത്തിലുള്ള സ്വാധീനത്താൽ ശത്രു നമ്മുടെ ജഡത്തിൽ കൂടി സ്വാധീനിച്ച് ചെയ്യുന്ന പാപങ്ങളാണ്. അത് 1, 2, 10, 100 അല്ല, അതിങ്ങനെ അനസംഖ്യമാണ്. പക്ഷെ ഇതിനകത്ത് മറ്റൊന്നുണ്ട്. സൂക്ഷ്മമായി നമ്മളെ കൊണ്ട് വിട്ടുപിരിയാൻ സാധിക്കാത്തൊരു പാപമുണ്ട്. അവിടെയാണ് അതിൻ്റെ വിഷയം. ആ പാപത്തെക്കുറിച്ചാണ്, ആ പാപമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെ വിട്ടുപിരിയാൻ സാധിക്കാത്ത പാപം ഏതാണ്? അതായത് 19-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിൽ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. നിഷ്കളങ്കനായി തീരണമെങ്കിൽ ഈ പാപം നീങ്ങണം, സ്വമേധാ പാപം നീങ്ങണം. സ്വമേധാ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ധരിച്ചിരിക്കുന്നത് താങ്കൾക്ക് ഒരു ബലഹീനതയുണ്ട്, തങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങളുണ്ട്. ഇതൊക്കെയാണ് സ്വമേധാ പാപമെന്ന. അതല്ല, സ്വമേധാ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശൗൽ എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവാണ്. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ ശൗല്, ആ മനുഷ്യന്റെ പാപം എന്താ? ആ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരനെ ദ്വേഷിച്ചു, ശരിയാ, സമ്മതിച്ചു. ദൈവത്തിന് അനുസരണക്കേട് കാണിച്ചു, അതും പാപമാണ്. പിന്നെ അസൂയപ്പെട്ടു, അതും ശരിയാ, അതും പാപമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവന് പാപങ്ങളുടെ വലിയൊരു പട്ടിക ശൗലിനുണ്ട്, അതുപോലെ ദാവീദിനുമുണ്ട്. ക്രിസ്തുവേശു ഒഴികെ ബാക്കി എല്ലാവർക്കും ഇങ്ങനെയുള്ള പാപങ്ങളുടെ വലിയൊരു എണ്ണം അവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇവിടെ അതല്ല പറയുന്നത്. ഇത്രയും പാപങ്ങൾ ഉണ്ടെങ്കിലും അതല്ല അവന്റെ പ്രശ്നം. അവൻ ഈ പാപങ്ങളെല്ലാം ചെയ്യുവാൻ ഇടയാക്കിയ അവൻ്റെ ഒരു പാപമുണ്ട്. അവൻ ബഹുജനത്തെ മാനിച്ച് ദോഷം ചെയ്യുക എന്ന് ഒരു പ്രവൃത്തി അവനിലുണ്ട്. പഴയ നിയമത്തിൽ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അതിൽ ഇസ്രായേൽ കൊടുത്ത പ്രമാണമാണ് ബഹുജനത്തെ മാനിച്ച് ദോഷം ചെയ്യരുത്.
ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. എല്ലാവരും ഒരുമിച്ച് കൂടിയതിനു ശേഷം ഒരാൾ കള്ളനാന്ന് പറയുമ്പോൾ അതിനോട് കൂടിച്ചേർന്ന് പറയുന്നത് അത് ഒരു അപ്പോൾ എല്ലാവരുടെയും ബഹുമാനം, ലോകത്തിന്റെ മാനം ബഹുജനം ആദരിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പക്ഷത്തിൽ നിൽക്കുന്ന അതൊരു പാപമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് മാനുഷ്യ ഭയം ഒരു കണിയാണ്. മനുഷ്യനെ ഭയപ്പെടരുത്. സത്യദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ, മറ്റാരെയും ഭയപ്പെടാൻ പാടില്ല. അങ്ങനെ സത്യദൈവത്തെ ഭയപ്പെടുന്ന ഒരുവന് മറ്റുള്ള ഒരു സാഹചര്യത്തെയും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യനുള്ള മാനം, മനുഷ്യരെന്നുള്ള മാനത്തെ അധികമായി കാംക്ഷിച്ചു. അത് പാപമാണ്. ഈ പാപമാണ് ഇവന്റെ അടിസ്ഥാന പാപം. സ്വമേധ പാപം എന്ന് പറഞ്ഞത് ഇതാ, ജന്മത്തെങ്കിലേ ഉള്ളതാ. അപ്പൊ അവൻ ചെയ്ത സഹോദര ഉദ്ദേശം പാപമല്ലേ? അതെ. അസൂയ പാപമല്ലേ? അതെ. പ്രവാചകന്മാരെ കൊന്നത്, പുരോഹിതന്മാരെ കൊന്നത് പാപമല്ലേ? അതെ, അത് പാപമാണ്. ഇതിങ്ങനെ പാപത്തിന്റെ പട്ടിക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതുപോലെ അവന്റെ ജീവിതത്തിലും ഉണ്ട്. പക്ഷെ ഇതെല്ലാം നീക്കിക്കളഞ്ഞാൽ പോവും. അസൂയ നീക്കിക്കളഞ്ഞാൽ പോവും. മറ്റുള്ള ഏത് ദോഷ സ്വഭാവവും നീക്കിക്കളഞ്ഞാൽ പോവും. ഇത് നീക്കിക്കളഞ്ഞാൽ അങ്ങ് പോവില്ല. കാരണം ഇത് മുറുകെ പറ്റുന്നതാണ്, സ്വമേധാഭാവമാണ്, ജന്മനാ ഉള്ളതാണ്. ശത്രുവായ സാത്താൻ ദൈവത്തിൽ നിന്ന് ശൗലിനെ അകറ്റി നിർത്താൻ വെച്ചിരിക്കുന്ന അവന്റെ സ്വഭാവമാണത്. അതിനെ ജയിച്ചാൽ അവൻ ലോകത്തെ ജയിച്ചെന്ന, ശത്രുവിനെ ജയിച്ചെന്ന, അവൻ ദൈവത്തിന്റെ പൈതലായി തീർന്ന. പക്ഷെ സാധിക്കില്ല. ദൈവം മുൻകണ്ടിട്ടുള്ളവനല്ലാതെ ഇത് സാധിക്കില്ല. യൂദയെ സംബന്ധിച്ച് മനസ്സിലാക്കാം. യൂദ ആരായിരുന്നു? യൂദ കർത്താവിന്റെ അടുക്കൽ വന്നതിന് ശേഷം അവൻ എന്തൊക്കെ ചെയ്തു? ഒറ്റുകൊടുത്തത് പാപമാണ്. അതാണോ അവന്റെ സമേത പാപം? യൂദ ഒറ്റുകൊടുത്തതാണോ യൂദയുടെ പാപം? അവൻ മറ്റേതെങ്കിലും ചെയ്ത കാര്യങ്ങളാണോ പാപം? കെട്ടിഞ്ഞാന്ന് ചത്തതാണോ പാപം? അല്ല. അവനൊരു പാപമുണ്ട്. ആ പാപം എന്ന് പറഞ്ഞാൽ അവൻ കള്ളനാ. മാത്രമല്ല, പണസഞ്ചിയിൽ ഇട്ടിരുന്നത് അവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി അവൻ എടുക്കുകയും ചെയ്യും. ഇതാണ് അവന്റെ പാവം, അവന്റെ സ്വമേധ പാവം. അവൻ കള്ളനാണ്. അതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ എങ്ങനെ കഴിയും? ബാക്കിയുള്ള പാവങ്ങളെല്ലാം നീക്കിക്കളയാം. ബാക്കിയുള്ള പാവത്തിൽ നിന്നെല്ലാം ജയിക്കാൻ അവന് സാധിക്കും. പക്ഷെ ഇത് നീക്കിക്കളയാൻ പറ്റില്ല. കാരണം ഇത് സ്വമേധാഭാവമാണ്, മുറുകെ പറ്റുന്നതാണ്. ഇതിനെ നീക്കിക്കളയാൻ യൂദ മരിക്കുന്നതിന് തുല്യമാണ്. അവൻ പുതിയ സൃഷ്ടിയായി തീരുക. അതിനവനെ കൊണ്ട് സാധിക്കില്ല. അതിനൊരു മനുഷ്യനെ കൊണ്ടും സാധിക്കില്ല. അത് ദൈവത്താൽ മാത്രമേ സാധിക്കൂ, കർത്താവിനാൽ മാത്രമേ സാധിക്കൂ. അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തുയേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതാണ് അവിടെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 25-26 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് ഓരോരുത്തരെ താങ്കളുടെ അകൃത്യത്തിൽ നിന്ന് മോചിക്കാൻ, അവനവന്റെ പാപത്തിൽ നിന്ന് മോചിച്ച് വിടുവിച്ച് കൊണ്ടുവന്ന് പുതിയ സൃഷ്ടിയാക്കി ദൈവത്തിന്റെ മക്കളാക്കി തീർക്കാനാണ് അവരെ ക്രിസ്തുയേശുവിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുയേശുവിനല്ലാതെ മറ്റാർക്കും സ്വമേധ പാപത്തിൽ നിന്ന് ഒരു മനുഷ്യനെ വിടുവിക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിവേചിച്ചു കൊള്ളണം. ഈ ലോകത്തുള്ള സകല ജാതികളും നല്ല സ്വഭാവക്കാരനാട്ടോ. അവൻ വളരെ ഔദാര്യ മനസ്സുള്ളവനാ. അവൻ വളരെ സൗമ്യനാ. ഈ കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ ഇതിലൊന്നും ദൈവം അവനെ ഒന്നും വിശ്വസിക്കില്ല. കാരണം എല്ലാ മനുഷ്യരിലും, മനുഷ്യനായി പിറന്നവനിലെല്ലാം ദൈവത്തിൽ നിന്ന് അവനെ അകറ്റുന്ന ഒരു പാപം ശത്രു അവനിൽ വെച്ചിട്ടുണ്ട്. അത് നക്ഷത്ര രാശികളുടെ സ്വാധീനത്താൽ അവനിൽ ഉടലെടുത്തിട്ടുള്ളതാണ്. അത് അവന്റെ വ്യക്തിത്വമാണ്. അതാണ് അവൻ. അതിനെ ഇല്ലാതാക്കിയാൽ അവനില്ല. അതിനെ എടുത്തു കളയുന്നതും അവൻ മരിക്കുന്നതും തുല്യമാണ്. അത് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുയേശുവിനോട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ, ദൈവേഷ്ടം ചെയ്യുന്ന പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ആ പഴയത് കഴിഞ്ഞുപോയി. ഇതിനു വേണ്ടിയിട്ടാണ് ഇസ്രായേലിനെ വിളിച്ചത്. ഇതാണ് ഈ പറഞ്ഞതിന്റെ പൊരുള്. ഇസ്രായേൽ ജനത്തെ കർത്താവ് വിളിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ആശ ഇതായിരുന്നു. കാരണം ഇവരെല്ലാവരും നക്ഷത്ര രാശികളുടെ സ്വാധീനത്തിലാണ് ജീവിക്കുന്നതെന്നറിയാം. നക്ഷത്ര രാശികളുടെ സ്വാധീനത്തിലാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത്.
ഒരു മനുഷ്യനെ കർത്താവ് വിളിച്ചാൽ, കർത്താവ് ലോകത്തിൽ നിന്ന് വേർതിരിച്ചു കഴിഞ്ഞാൽ, ആ സമയം മുതൽ അവന്റെ ഹൃദയത്തെ, അവനെ ലോകത്തിലേക്ക് നക്ഷത്ര രാശികൾ വലിക്കും, സ്വാധീനിക്കും. ദൈവമാകട്ടെ സിയോനിൽ നിന്ന് തന്റെ വചനം അയച്ച്, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം തന്റെ വചനത്താൽ അവന്റെ ഹൃദയത്തെ സ്വർഗീയ സിയോനിലേക്കും ആകർഷിക്കും. വടംവലിയുടെ മധ്യബിന്ദു പോലെയാണ്. ഒരു വശത്തേക്ക് ലോകത്തിലേക്ക് ആകാശ സൈന്യം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മനുഷ്യന്റെ ഹൃദയത്തെ വലിക്കുന്നു. ഇസ്രായേലിന്റെ ഹൃദയത്തെ വലിച്ച കാര്യമായി പറയുന്നത്. അപ്പോസ്തലരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമായി പറയുന്നത്. അവിടെ നിന്ന് ലോകത്തിലേക്ക് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും അടങ്ങിയ ആകാശ സൈന്യം ഇവരുടെ ഹൃദയത്തെ അങ്ങോട്ട് സ്വാധീനിച്ചു. ദൈവമാകട്ടെ കനാൻ ദേശം വാഗ്ദത്തം ചെയ്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ പട്ടണത്തെ കർത്താവ് അവർക്ക് വാഗ്ദത്ത ദേശമായി കൊടുത്തതിന് ശേഷം വചനത്താൽ അവരെ കനാൻ ദേശത്തേക്ക് വലിച്ചു. അങ്ങനെ അവർ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും വഴി നടത്തപ്പെട്ട് കർത്താവിന്റെ വചനം അയച്ച് അവരെ ന്യായപ്രമാണം കൊടുത്ത് അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. ഹൃദയം ശത്രു ആകട്ടെ വലിച്ച് ഈജിപ്തിലേക്ക്, അതായത് മിസ്രൈമിലേക്കും വലിക്കുന്നു. രണ്ട് വടംവലിയാണ്. ഈ വടംവലി അവരറിഞ്ഞില്ല. മിസ്രൈമിലേക്ക് നക്ഷത്ര രാശികൾ വലിക്കുന്നു, കനാൻ ദേശത്തേക്ക് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വചനം അഗ്നിസമ്പത്തിലും മേഘസമ്പത്തിലും കൂടി വലിക്കുന്നു. ഇതിന് രണ്ടിന്റെയും മധ്യത്തിൽ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പോയി 10 അത്ഭുതങ്ങളെ വെളിപ്പെടുത്തി മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ചു. എന്നാൽ പിന്നീട് അവര് ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങിയതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്രൈമിലേക്ക് തങ്ങളുടെ ഹൃദയത്തെ വലിക്കുന്ന, സ്വാധീനിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ലെങ്കിൽ ആകാശ സൈന്യം വലിക്കുമ്പോൾ അതിന് കീഴ്പ്പെടുമ്പോഴാണ് ദൈവത്തോട് മത്സരിക്കുന്നത്. വടംവലിയുടെ മധ്യബിന്ദുവാണ് മനുഷ്യന്റെ ഹൃദയം. രക്ഷിക്കപ്പെട്ട മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരറ്റത്ത് സിയോനും ഒരറ്റത്ത് പാതാളവും മരണവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയാണ്. അതിന്റെ സെന്റർ പോയിന്റാണ് മനുഷ്യന്റെ ഹൃദയം. ആ പോരാട്ടമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം. ഇത് തമ്മിൽ വലിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും സന്ദർഭത്തിൽ പാതാളത്തിന്റെ സ്വാധീനത്തിന്, പാതാള പാശങ്ങൾക്ക് കീഴ്പ്പെട്ടാൽ, അതായത് മരണത്തിന്റെ സ്വാധീനത്തിന്, പിശാചിന്റെ സ്വാധീനത്തിന്, ലോകത്തിലേക്കുള്ള സ്വാധീനത്തിന് അവൻ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ദൈവത്തോട് പ്രവർത്തിക്കും, ദൈവത്തോട് മത്സരിക്കും. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത നിലയിൽ എന്തെങ്കിലും അവന്റെ വായിൽ നിന്ന് വരും, അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എന്നാൽ ഇതേ ജയിക്കണമെന്നുള്ളവൻ, അതായത് മിസ്രൈമിനെയും ലോകത്തെയും ഈ ആകാശ സൈന്യത്തെയും സാത്താനെയും ജയിക്കണമെന്നുള്ളവൻ ദൈവത്തിന് കീഴടങ്ങും. കാരണം ഇവരെ ജയിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ഒരു മനുഷ്യനെ കൊണ്ടും ഈ ആകാശ സൈന്യത്തെ ജയിക്കാൻ സാധിക്കില്ല. അതിന് ജയിക്കാൻ കഴിവുള്ളവൻ കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ചതിന് ശേഷം കർത്താവിന് കീഴടങ്ങും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോവുക. ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ ദൈവത്തിന്റെ ആഗ്രഹം, ഇവര് തനിക്ക് കീഴടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ഈ മുറുകെ പറ്റുന്ന പാപത്തെ ദൈവം എടുത്തു മാറ്റും. മുറുകെ പറ്റുന്ന പാപത്തെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആകാശ സൈന്യം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മിസ്രൈമിലെ സകല വ്യാപാരങ്ങളും എത്ര പിടിച്ചാലും ഇവന്റെ ഹൃദയത്തിൽ കിട്ടൂല. കാരണം ഇവന്റെ ഏത് മത്സ്യത്തെയും, ഒരു മത്സ്യം പിടിക്കുന്നവൻ അവന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ചൂണ്ടയാണ്. ഈ ചൂണ്ട കൊളുത്തു വീണിരിക്കുക. അങ്ങനെയാണ് മത്സ്യത്തെ വലിച്ചെടുക്കുന്നത്. ചൂണ്ട പൊട്ടിക്കളഞ്ഞാൽ, ചൂണ്ട അറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ഏത് മത്സ്യം പോവും? ഒരു മത്സ്യം പോവില്ല. ഇതുപോലെയാണ് ഈ സ്വമേധ പാപം കർത്താവ് എടുത്തു മാറ്റി. ദൈവത്തിന് കീഴടങ്ങുന്നവരെ സ്വമേധ പാപം കർത്താവ് എടുത്തു മാറ്റും. എടുത്തു മാറ്റിയതോടുകൂടി ചൂണ്ട പോയി കഴിഞ്ഞാൽ ഒരു ടങ്കീസ് വലിക്കാനായിട്ട് മത്സ്യത്തെ കിട്ടുമോ? ഇല്ല. അവൻ ലജ്ജിച്ച് പിന്തിരിയും. ഇതായിരുന്നു ദൈവത്തിന്റെ ആശ. എന്നാൽ സംഭവിച്ചതെന്നറിയോ? സംഭവിച്ചത് മറിച്ചാണ്. എന്താ? അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതായത് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്.
അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ്, വ്യാജമില്ലാത്തവനാണ്, നീതിയുള്ളവനാണ്, നേരുള്ളവനാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിനെ നോക്കി പറയുകയാണ്, അവർ അവനോട് വഷളത്വം കാണിച്ചു. അവർ വഷളത്വം കാണിച്ചു. കാരണം ഇത്രയെല്ലാം ചെയ്ത് എത്ര ആശയോടുകൂടി ഇവരെ കനാൻ ദേശത്തും തുടർന്ന് അവരെ പ്രാണനെ സിയോനിലും എത്തിക്കാൻ ദൈവം അവരെ ആകർഷിച്ച് ന്യായപ്രമാണവും കൊടുത്ത് കൊണ്ടുപോവുകയാണ്. ശത്രു പിടിക്കുന്നുണ്ട്, അതൊന്നും വിഷയമല്ല. ശത്രു പിടിക്കുന്നതൊന്നും വിഷയമല്ല. ദൈവത്തിന് കീഴടങ്ങിയാൽ മതി. ദൈവം സ്വമേധ പാപത്തെ എടുത്തു മാറ്റും. അതോടുകൂടി ശത്രു ലജ്ജിച്ച് പിന്തിരിയും. പക്ഷേ അവരെന്ത് ചെയ്തു? വഷളത്വം കാണിച്ചു. അതായത് വഷളത്വം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധ പാപത്തെ മുറുകെ പിടിച്ചു. ശൗലിന് സംഭവിച്ചതുപോലെ തന്നെ അവൻ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ ദൈവം പറയുന്നതിനപ്പുറം എനിക്കില്ല എന്ന് വിചാരിച്ചാൽ, എൻ്റെ ദൈവത്തിന്റെ കൽപ്പന ഞാൻ അനുസരിക്കുമെന്ന് വിചാരിച്ചാൽ, ദൈവത്തിന് കീഴടങ്ങിയാൽ അവൻ ശത്രുവിനെ ജയിച്ചു. അതിന് പകരം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് പകരം ജനമെല്ലാം ഒരുമിച്ച് കൂടി പറഞ്ഞു, നമുക്ക് എല്ലാറ്റിനെയും നശിപ്പിച്ച് കളയേണ്ട, കൊഴുത്തതിനെയും അതേ ശ്രേഷ്ഠമായതിനെയൊക്കെയും നമുക്ക് യഹോവയ്ക്ക് യാഗം കഴിക്കാൻ കൊണ്ടുപോകാം. ജനത്തിന്റെ നിർബന്ധത്തിന് കീഴടങ്ങി ദൈവത്തിന്റെ കൽപ്പനയേക്കാൾ ജനത്തിന്റെ കൽപ്പന അനുസരിച്ചു. കാരണം അവൻ ദൈവത്തിന്റെ മാനത്തേക്കാൾ, ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരുടെ മാനം മതിയായി കാക്ഷിച്ചിരുന്നു. ബഹുജനത്തെ മാനിച്ച് ദോഷം ചെയ്യുന്ന പാപം അവനിലുണ്ട്. അത് അവന് മുറുകെ പറ്റുന്ന പാപമാണ്. ആ പാപത്തിൽ അവൻ വീണു. ആ പാപം ചെയ്തതോടുകൂടി അവൻ വഷളനായി തീർന്നു, ഹിപ്പോക്രൈറ്റായി തീർന്നു. വഷളത്വം, അതായത് വിശ്വാസത്തിലേക്ക് വരുമ്പോ കർത്താവ് നീക്കിക്കൊടുക്കുന്ന അവന്റെ സ്വമേധാ പാപം, അതിനെ വീണ്ടും എടുക്കാതെ മുമ്പോട്ട് പോകുന്നവൻ അവിടെ എത്തും. എന്നാൽ വിട്ടുകളഞ്ഞ പാപം തിരികെ എടുത്തവൻ ഛർദിലേക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ കിടന്ന് ഉരുളുന്ന പന്നിയൊന്നുമുള്ള പഴഞ്ചൊല്ലു പോലെ അവൻ അതിലേക്ക് ചെന്നു വഷളത്വം കാണിച്ചു. അതുകൊണ്ട് അവൻ ദൈവത്തിന് മുമ്പാകെ നായ, പന്നി എന്ന് രണ്ട് മൃഗങ്ങളുടെ സാദൃശ്യത്തിലായി തീർന്നു. അവരോട് വഷളത്വം കാണിച്ചു, വിധി വീണു. വഷളത്വം കാണിച്ചതോടുകൂടി വിധി വീണു. എന്താ വിധി വീണേ? അവനോട് വഷളത്വം കാണിച്ചു. അവർ അവന്റെ മക്കളല്ല, സ്വയകളങ്കമത്രേ. അവർ അവന്റെ മക്കളല്ല, സ്വയകളങ്കമത്രേ. എന്തായിട്ടാ വിളിച്ചേ? കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു എന്ന്. കർത്താവ് ആശിച്ച് തൻ്റെ മക്കളാക്കി വിളിച്ചു കൊണ്ടുപോയവര് ഒറ്റ തടസ്സേ ഉള്ളൂ. അവരുടെ ഉള്ളിൽ ശത്രുവിന്റെ സ്വാധീനം, സ്വമേധാ പാപം അതുകൂടി എടുത്തു മാറ്റി അവരെ തൻ്റെ മക്കളാക്കി കൊണ്ടുപോയി കനാൻ ദേശത്ത് പാർപ്പിച്ച് തുടർന്ന് സ്വർഗീയ സിയോനിലേക്ക് കൊണ്ടുപോകാൻ ആശിച്ച ദൈവം ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. എന്നാൽ അവർ വഷളത്വം കാണിച്ചു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു. അവർ വിട്ടുകളഞ്ഞ പാപത്തെ തിരികെ എടുത്തു. ദൈവത്തിന് മുമ്പാകെ നായ്ക്കളും പന്നികളുമായി തീർന്നു. അതുകൊണ്ട് വിധി വീണു. അവർ മക്കളല്ല, സ്വയകളങ്കമത്രേ. സ്വയകളങ്കം എന്ന് പറഞ്ഞാൽ അതായത് സ്വമേധഭാവം. സ്വയകളങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാവം. സ്വയകളങ്കം വിട്ടിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിത്തീർന്നതാണ് യൂദ. അവൻ കള്ളനായിരുന്നു. അവൻ സ്വയകളങ്കമാണ്. അവനൊരിക്കലും മകനല്ല. ശൗല് മകനായി തീരുവാൻ ദൈവം ആഗ്രഹിച്ചു. ഒരിക്കലും മകനായി തീർന്നില്ല. അവൻ സ്വമേധാ പാപത്തിന് കീഴ്പ്പെടുന്ന സ്വയകളങ്കമാണ്. മകനാകാൻ ആഗ്രഹിച്ചതാണ്. ഇസ്രായേലിൽ 6 ലക്ഷത്തിൽ പരം പുരുഷന്മാര്, ആ പ്രായപൂർത്തി ചെന്നവര്, അവരിൽ ആരും കാലേബ് യോശുവ ഒഴികെ ആരും മക്കളല്ല. അവരൊക്കെയും സ്വമേധാ പാപത്തിന് കീഴ്പ്പെട്ടവരാണ്. ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ മറ്റൊരു ഭാഷ കൂടി പറയാം. അതിനകത്ത് ദൈവത്തിന് കീഴ്പ്പെട്ട് അനുസരിച്ച് ദൈവം സ്വമേധാഭാവത്തെ നീക്കി മക്കളാക്കി തീർക്കാത്തത് എല്ലാവരും സ്വയകളങ്കമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേരാണ് ജാതികൾ. അപ്പോൾ നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ ലോകത്തിൽ എത്ര മനുഷ്യരുണ്ട്, എത്ര യഹൂദന്മാരുണ്ട്, എത്ര ജാതികളുണ്ട് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ സഭയിൽപ്പെട്ട അംഗങ്ങളും നമ്മൾ പാലസ്തീനിൽ കാണുന്ന യഹൂദന്മാരും
അതിൻ്റെ ഇടയിലൊന്നും അതിലൊന്നും എത്ര പേര് യഹൂദന്മാരായിട്ടുണ്ടെന്നും എത്ര പേര് സ്വയകളങ്കം വിട്ട് ദൈവത്തിന് കീഴടങ്ങി ദൈവത്തിന്റെ മക്കളായി തീർന്നിട്ടുണ്ടെന്നും സാക്ഷാൽ യഹൂദന്മാരായി തീർന്നിട്ടുണ്ടെന്നും അതൊന്നും നമുക്ക് നിശ്ചയിക്കാൻ സാധ്യമല്ല. എന്നാൽ അത്യല്പമായ ഒരു ശേഷിപ്പിനെ ദൈവം തനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. അത്യല്പമായ ഒരു ശേഷിപ്പിനെ അവർ സ്വമേധാ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സ്വർഗീയ സീയോനിലേക്കുള്ള യാത്രയിൽ ആ ലക്ഷ്യം കാണും. അതിനുവേണ്ടി നടത്തിക്കൊണ്ടു പോകുന്നു. അവർക്ക് സ്വയകളങ്കം വിഷയമല്ല. സ്വയകളങ്കം അതിന് അവർ കീഴ്പ്പെട്ട് അനുസരിക്കില്ല. പാവങ്ങളും കുറ്റങ്ങളും ഒരുപാടുണ്ട്. കുറ്റങ്ങളും കുറവുകളും എല്ലാം ഒരുപാടുണ്ട്. അബ്രഹാമിന്റെ ചരിത്രമൊന്ന് പരിശോധിച്ചേ. അബ്രഹാമിന്റെ ചരിത്രമൊന്ന് തെറ്റുകളും കുറ്റങ്ങളും ഇഷ്ടംപോലെയുണ്ട്. എണ്ണി പറയാം. യാക്കോബിന്റെ കാര്യം പരിശോധിച്ച് ഇഷ്ടം പോലെയുണ്ട്. ദാവീദിന്റെ കാര്യം പരിശോധിച്ച് ഇഷ്ടം പോലെയുണ്ട്. ധാരാളം 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 മനുഷ്യനാണെങ്കിൽ പാപമുണ്ട്. പാപമില്ലാത്ത മനുഷ്യനില്ല. നമ്മിൽ പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം അവനെ അസത്യവാദിയാക്കുന്നു എന്നാണ്. എല്ലാവരിലും ഉണ്ട് പാപം. പക്ഷേ പാപത്തിൽ എന്നെ ദൈവത്തിന്റെ പൈതലല്ലാതെ തീർക്കുവാൻ ശത്രു എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സ്വമേധാ പാപം, അതിനെ ജയിക്കുന്നത് ആര്? അതിനെ ഉപേക്ഷിക്കുന്നത് ആര്? അതിനെ എടുത്തു കളയാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു. അവനെ അതിനു വേണ്ടിയിട്ടാണ് ഈ അന്ത്യകാലത്ത് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അവൻ അതിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മിൽ നിന്ന് സ്വമേധാഭാവം മാറ്റി ദൈവത്തിന്റെ മക്കളാക്കി തീർത്തുകൊണ്ട് സാക്ഷാൽ യഹൂദന്മാരായ കർത്താവിന്റെ നാമത്ര പ്രത്യാശയിലേക്ക്, സ്വർഗീയ പ്രത്യാശയിലേക്ക് നമ്മെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ലോകത്തിലേക്ക് വലിക്കുന്ന ജാതീയത, ജാതികൾക്കൊരിക്കലും രക്ഷപ്പെടാനോ ജാതികൾക്കൊരിക്കലും ഒഴിവാക്കാനോ സാധിക്കാത്ത ആ സ്വമേധാ പാപം, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി തീരാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ ജയമെടുത്തു. നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിഞ്ഞു. എന്നാൽ ഇസ്രായേൽ ജനമാകട്ടെ, അപ്പോസ്തലരുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ വഷളത്വം കാണിച്ചതോടുകൂടി, സ്വയകളങ്കത്തിന് വേണ്ടി നിന്നതോടുകൂടി ദൈവം കൈവിട്ടു. ദൈവം അവരെ കൈവിട്ടു. ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ട് കളഞ്ഞു. ഇപ്പൊ എത്രയും നേരം പിടിച്ചു തരാന്ന് മനസ്സിലായില്ലേ? 7-ാം അധ്യായത്തിന് 39-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അറിയാം. അവർ വഷളത്വം കാണിച്ച ജനത്തെ ആകാശ സൈന്യത്തിന് വിട്ടുകൊടുത്തു. നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. കാരണം സമയമായിട്ടും അവകാശി സകലത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല, മകനാണ്. പക്ഷേ പിതാവ് നിശ്ചയിച്ച അവധിയോളം വിചാരകന്മാർക്കും ദാസന്മാർക്കും എല്ലാം കീഴ്പ്പെട്ടവനാണ് അവൻ. അത് സമയമാകുമ്പോഴേക്കും അവൻ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ അതിലേക്ക് അവകാശിയായി തീർന്നു. അവനെ ആ അവകാശത്തിലേക്ക് ഉയർത്തി. ഇല്ല, അവൻ വളർച്ച പ്രാപിക്കുന്നില്ല എങ്കിൽ, അവൻ ദൈവത്തിന്റെ മകൻ എന്നുള്ള സ്ഥാനം പ്രാപിക്കാൻ സാധിക്കാത്ത നിലയിൽ മുറുകെ പറ്റുന്ന പാപം അവനെ വിട്ടു മാറുന്നില്ല എങ്കിൽ അവനെ കൈവിട്ട് കളയുകയാണ്. എങ്ങോട്ടാ? ആകാശ സൈന്യത്തെ ആരാധിപ്പാൻ ലോകത്തിലേക്ക് അവനെ കൈവിട്ട് കളയുകയാണ്. അവർ ലോകത്തിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവർ അവനോട് വഷളത്വം കാണിച്ചു. അവർ അവന്റെ മക്കളല്ല, സ്വയകളങ്കമത്രേ. വക്രതയും കോട്ടവുമുള്ള തലമുറ, ഭോഷത്വവും അജ്ഞാനമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിങ്ങളുടെ പിതാവ്, നിന്റെ ഉടയവൻ. അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. അവനല്ലാതെ വേറെ രക്ഷിതാവുണ്ടോ? അവനാണ് പിതാവ്. മറ്റൊരുത്തിനെ പിതാവ് എന്ന് വിളിക്കല്ലേ. മുറുകെ പറ്റുന്ന പാപം അതിനെ വിട്ടുകളയാതെ, അതിനെ ശൗലിനെ പോലെ, യൂദയെ പോലെ അതിനെ പ്രവർത്തിക്കുന്നവൻ അപ്പാ പിതാവ് എന്ന് ശത്രുവിനെ, ദൈവത്തിന്റെ എതിരാളിയായ ശത്രുവിനെ വിളിക്കുന്നു എന്ന് ഇന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ലോകജാതികളിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ഏറ്റവും ഭയങ്കരമായ ഒരു കാര്യമാണ് അവരുടെ മുറുകെ പറ്റുന്ന പാപം. ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള മുറുകെ പറ്റുന്ന പാപം. ആ പാപം വിട്ട് ദൈവത്തിലേക്ക് വന്ന് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ കർത്താവിനോട് വഷളത്വം കാണിക്കും. അവർ വിട്ടുപോകുന്നതിനെ ഓർക്കും. ദൈവം ആകാശ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ട് കളയുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ തെറ്റുകളെ നമ്മൾ ഗ്രഹിച്ച്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരെന്ന് വചനത്തുള്ളത് പോലെ
നമ്മുടെ തെറ്റുകളെ നമ്മൾ ഗ്രഹിച്ച് അതിനെ വിട്ടൊഴിഞ്ഞ് പുതിയ സൃഷ്ടിയായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നുവെങ്കിൽ, അത് നമുക്ക് സാധിച്ചു കിട്ടുന്നുവെങ്കിൽ നമ്മൾ മക്കളാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.